ഹലോ നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1-ാം തീയതി. ഇന്ന് പ്രവേശനോത്സവമാണ്. കുഞ്ഞുങ്ങളുടെ എല്ലാം സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. പുതിയ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് കയറുന്നു. മറ്റു കുട്ടികളെല്ലാം ഓരോ ക്ലാസ് ഉയർന്നുയർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്കൂള് തുറന്നു. പ്രവേശനോത്സവം എല്ലായിടവും ബലൂണും ഭയങ്കര അടിപൊളി ആഘോഷങ്ങളൊക്കെയാണ് ഈ എല്ലാ വർഷവും ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂള്, ഞാൻ ഈ റോഡ് എല്ലാം പോകുമ്പോൾ ഈ സ്കൂള് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അധ്യാപകരാണേലും എല്ലാം നല്ല കുഞ്ഞുങ്ങളോട് ഇടപെടുന്നതൊക്കെ കാണാം. നമുക്ക് റോഡിൽ പോകുമ്പോൾ തന്നെ ഈ സ്കൂള് കാണാം. പിന്നെ സെൻറ്റ് മേരീസ് LPS വാഴൂർ ഈസ്റ്റ്, ഇത് വിജയപുരം രൂപതയുടെ സ്കൂളാണ്. ഞാനൊരു അധ്യാപികയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ജൂൺ 1-ാം തീയതി ആകുമ്പോഴത്തേന് ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കും. എന്തായാലും ഈ സ്കൂളിലാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ കുരുന്നുകളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെയാണ് പ്രവേശനോത്സവവും ഇവിടുത്തെ പരിപാടികളെല്ലാം കൂടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ അങ്ങനെ ഒരു പരിപാടിക്കും വന്നിട്ടില്ലായിരുന്നു. പുതിയതായിട്ടിവിടെ വരുവാണ്. എനിക്ക് നല്ല ഒരു സ്വീകരണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ജീവിതത്തിൻ്റെ തന്നെ പുതിയൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിനമാണ് ഇന്ന്. കവി വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങൾ പൂക്കളല്ല, അവർ വിത്തുകളാണ്. പൂക്കളാണെങ്കിൽ നിമിഷ നേരത്തേക്ക് അത് ഇല്ലാതെയാകുന്നു. വിത്തുകളാകുമ്പോൾ അത് മരങ്ങളായി ഏവർക്കും ഫലങ്ങളും അതുപോലെ തന്നെ കയറിയിരിക്കാനുള്ള ഇടവും നൽകുന്ന ഒന്നാണ്. പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ കൈകളിൽ പുസ്തകങ്ങൾ മാത്രമല്ല, ഭാവിയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഉള്ളത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. അതായത് നല്ലൊരു തുടക്കം നമ്മൾ പകുതി ചെയ്തതിന് തുല്യമാണെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പകുതി ചെയ്തതിന് തുല്യമാണെന്നാണ് പറയുക. അതുകൊണ്ട് നല്ലൊരു തുടക്കമാണിത്. 2026-2027 അധ്യയന വർഷം വളരെ ഭംഗിയായിട്ട് നമ്മളിന്ന് ആരംഭിക്കുകയും, വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എല്ലാ രീതിയിലും വളർത്തും. അതായത് ഭൗതികമായും അവനെ, ബൗദ്ധികമായും അവനെ, സാമൂഹികപരമായിട്ടും എല്ലാ രീതിയിലും വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളർത്തും എന്നുള്ളതാണ്. വളരെ ചിട്ടയോടുകൂടെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും കുട്ടികൾ അവതരിപ്പിക്കാൻ വരുമ്പോൾ പോലെ അവരെ ഒരുക്കി നിർത്തുന്നതും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇവിടെ അധ്യാപകർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് വലിയൊരു മുതൽക്കൂട്ട്, നമ്മുടെ നാടിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. നമുക്ക്
ഈ കുറെ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നതിനേക്കുള്ളുപരി പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. നമ്മൾ സ്കൂളിൽ നന്നായിട്ട് പഠിക്കണം. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നന്നായിട്ട് പഠിക്കണം നമ്മൾ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പഠിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ തട്ടിമുട്ടി ചെയ്തു പോകുക എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. അപ്പം ഇവിടെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, എഴുതാനും വായിക്കാനും അതുപോലെ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുക മാത്രമല്ല, എങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരെ അധ്യാപകര് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി പോകുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ഒരു നല്ല ദിനത്തിന്റെ നന്മകൾ, പ്രാർത്ഥനകൾ എല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ നേരുകയാണ്. കുട്ടികളൊക്കെ ഈ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. സന്തോഷമായിരുന്നു വെക്കേഷൻ? ആയിരുന്നു. ഇനി സ്കൂളിൽ വരാൻ സന്തോഷമാണോ? ആണ്. വിദ്യയെത്തിന് മത്തിന് വിദ്യ കൈവശമാക്കുകയും വെണ്ണയുണ്ടെങ്കിൽ നന്നേ വേറിട്ട് കരുതേണമോ. ഉള്ളൂർ എസ് പരമേശ്വരയുടെ ദീപാവലി എന്ന കവിതയിലെ വരികളാണിത്. ഇവിടെ ഉള്ളൂർ പറഞ്ഞു വെക്കുക, പിത്തം എന്ന് പറഞ്ഞാല് സമ്പത്ത്. സമ്പത്ത് എന്തിനാണ് മനുഷ്യന്? വിദ്യയുണ്ടെങ്കിൽ സമ്പത്തിന്റെ ആവശ്യമില്ല. വെണ്ണ കൊണ്ട് ഉരുക്കിയെടുക്കുന്നതാണ് നെയ്യ്. വെണ്ണയുണ്ടെങ്കിൽ പിന്നെ നെയ്യ് വേറിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, കരുതേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. വിദ്യാഭ്യാസത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ദീർഘവും ഒന്ന് ഹ്രസ്വവും. ഞാൻ പ്രതീക്ഷിക്കുന്നു ഒത്തിരി വലിയ സ്കൂളിൽ പഠിക്കുന്ന, ഒത്തിരി കൂടുതൽ കുട്ടികളിരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്നതാണ്. കാരണം അധ്യാപകരുടെ മുഴുവൻ ശ്രദ്ധയും ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം ഒരു അധ്യാപിക എന്ന നിലയിൽ വലിയ സ്കൂളിലും ചെറിയ സ്കൂളിലും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുക. അധ്യയന വർഷം ആശംസിക്കുന്നു. എല്ലാ നന്മകളും കൊണ്ട് ജഗദീശൻ ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാവനമായിട്ടുള്ള ഈ കർമ്മം, കാരണം അക്ഷരം അറിവാണ്, അറിവ് ജ്ഞാനമാണ്, അത് ദീപം കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന നമ്മുടെ മികവുറ്റ വാഴൂർ എന്ന കൊച്ചി ഗ്രാമത്തിൻ്റെ സ്കൂളാണ് നമ്മുടെ വാഴൂർ സെൻറ് മേരീസ് എൽ പി സ്കൂൾ. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണ്. ഒരുപാട് ഒത്തിരി കുഞ്ഞുമക്കൾ പുതുതായിട്ട് ചേരാനും കുഞ്ഞുമക്കളോടൊപ്പം തന്നെ നമുക്ക് പുതിയ ടീച്ചേഴ്സ് ഉണ്ട് പുതുതായിട്ട് വന്ന്. ആദ്യം അവർക്ക് ആശംസകൾ നേരുന്നു. ഇപ്പം എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാം, പുഷ്കല ടീച്ചർ ഭരണം നിർവഹിക്കുന്ന എല്ലാ മെമ്പേഴ്സും നമ്മുടെ സ്കൂളിൻ്റെയും കുട്ടികളുടെയും പ്രവർത്തനത്തിനൊപ്പം ഉണ്ടായിരിക്കും.
2026 പ്രവേശനോത്സവം എല്ലാം കഴിഞ്ഞു. നല്ല ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. കുഞ്ഞു കുട്ടികളെ, പുതിയതായിട്ട് വന്ന കുഞ്ഞുങ്ങളെയും ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും തിരി തെളിയിച്ചാണ് അച്ഛനൂടെ എല്ലാവരും ഇവിടെ സ്വീകരിച്ചത്. ഇവിടെ സ്കൂളിൽ നിന്ന് മധുരപലഹാരം കൊടുത്തു. ആ കൂടെ ഞാനും കുറച്ച് മിഠായിയൊക്കെ കൊണ്ടുവന്നു കൊടുത്തു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ 2026 പ്രവേശനോത്സവം നല്ല അടിപൊളിയായിരുന്നു. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും പ്രവേശനോത്സവത്തിൻ്റെ ആശംസകൾ. ബൈ ബൈ.